കൃഷ്ണ, നമ്മളുടെ ഫാമിലി റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് വിത്ത് മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മിനിമം ഓഫ് 2 persons ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളുടെ കണ്ടസ്റ്റൻസ്, അതായത് മത്സരാർത്ഥികളെയും അവരുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും പരിചയപ്പെടാം. നിഷ ആൻഡ് ഫാമിലി. ഹലോ നിഷ. നമസ്കാരം. നിഷയുടെ കൂടെ വന്നിരിക്കുന്നത് മകള് ഇതെൻ്റെ ബ്രദറിൻ്റെ മകള്, അല്ല സോറി, ബ്രദറിൻ്റെ മകൻ അല്ലേ. പിന്നെ നിഷയുടെ മകളെ നമ്മൾ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ കൂട്ടുവരാറുണ്ട് ഇവിടെ. മോൾ ഏത് ക്ലാസ് ആയിരുന്നു? മോള് ഡിഗ്രി കഴിഞ്ഞു. മോളെ കണ്ടാൽ തോന്നില്ല ഡിഗ്രി കഴിഞ്ഞ ആളാണ് അല്ലേ, സ്കൂളിൽ പഠിക്കുന്ന ആളെ പോലെ. ചെറിയ കുട്ടി. മോനോ? മോൻ 7th-ലാണ്. ഓക്കെ. ഇനി കുറേ പോകാനുണ്ട് അല്ലേ? ഭയങ്കര ചിത്രകാരനൊക്കെയാണ്. ആണോ? വരയ്ക്കും. പേപ്പറിലൊക്കെ 1ാം സമ്മാനം കിട്ടി പടമൊക്കെ വന്നതാണ്. മോളുടെ ടാലന്റ് എന്താണ്? ചേച്ചിയുടെ ഭയങ്കര ആരാധികയാണ്. എപ്പോഴും നന്നായിട്ട് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ ബുക്സും ചേച്ചിയുടെ എല്ലാ ബുക്സും മേടിച്ച് റെഫർ ചെയ്യുന്ന, അല്ലാണ്ട് ഏത് ബുക്സ് കിട്ടിയെന്ന് റെഫർ ചെയ്യും. വീട്ടിൽ വന്ന് പരീക്ഷിച്ചു. പക്ഷെ നാടനൊന്നും അറിയില്ല. അതൊരു മിക്സാണ്. നാടനൊന്നും അറിയില്ല. അപ്പൊ ഇന്ന് നാടനല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത്. നാടനാണ്. എന്തായാലും നിഷ നാടനെല്ലാം ചെയ്യുമല്ലോ അല്ലേ? മോളെ കൂടി നാടൻ പഠിപ്പിച്ച് ഇവരെ കൊണ്ട് വല്ല ഉള്ളി പൊളിക്കാനൊക്കെ പറ്റുള്ളൂ തൽക്കാലം. പക്ഷെ നിഷ എപ്പോഴും ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, സമയത്ത് ചെയ്യും. പിന്നെ എങ്ങനെയാവും അറിയില്ല. നിഷയുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ബിസിനസ്. എറണാകുളത്താണോ? ഇല്ല, പുറത്താണ്. ഒരു മോളല്ലേ ഉള്ളൂ? 2 കുട്ടികളുണ്ട്. ഇതിന്റെ ഇളയതൊരാളുണ്ട്, അത് ഡിഗ്രി പഠിക്കും. മോളാണ്. അത് മോളാണ്. ആളിനെ കൂടെ കാണാമായിരുന്നു അല്ലേ കൊണ്ടുവന്നില്ല? പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഒക്കേഷനിൽ കയറി വന്നു. എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴും അത്രയും ക്ലാസ് കുട്ടികൾ പോകും, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. എന്തായാലും അമ്മയുടെ ഒപ്പം നിന്ന് പിന്നെ അമ്മായി അല്ലേ, ഇഷാമ്മ എന്നാ വിളിക്കണം. എന്താ വിളിക്കുക? നിഷാമ്മ. അപ്പം നിഷാമ്മയുടെ കുക്കിങ്ങിന് സഹായിച്ച് ഇത് നല്ല സമ്മാനം വാങ്ങി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഫാമിലി റൗണ്ടാണ്. നേരത്തെ കേട്ട് കാണുമല്ലോ. അപ്പോൾ എനിക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ല, അതിനേക്കാൾ വലിയ ആൾക്കാർ എൻ്റെ കൂടെയുള്ളത്. കാരണം എനിക്ക് വലുത് കുട്ടികളാണ്. അപ്പോൾ എൻ്റെ മോളും എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുമാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. എനിക്കൊരു കുട്ടിയും കൂടെ ഉണ്ട്. അവൾക്ക് ക്ലാസ്സിൽ പോകേണ്ടത് കൊണ്ട് വന്നില്ല. തന്നെയല്ല, എനിക്ക് ഷൂട്ടിങ് എൻ്റെ തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നാൽ അവൾ ക്ലാസ് മൊത്തം മുടങ്ങും. അപ്പോൾ അതുകൊണ്ട് മൂത്ത ആൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പേര് രേവതി, സുവിൽ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ ഈ വലിയ ഫ്രണ്ട്സുമായിട്ട്, അതായത് എൻ്റെ വലിയ മക്കളുമായിട്ട് ഞാൻ കുക്കിംഗ് തുടങ്ങുകയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യും ഇവർ, നിങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ തുടങ്ങട്ടെ. ആദ്യം ഞാൻ കുറച്ച് കറികളൊക്കെ, ചെറിയ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. ചോറ് വെക്കണം, കറി വെക്കണം, താളിക്കണം, പപ്പടം വറക്കണം, മീൻ വറക്കണം, കരിമീൻ കറി വെക്കണം, ചാള കറി വെക്കണം, കപ്പ ശരിയാക്കണം, പായസം ഉണ്ടാക്കണം, ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുത് തുടങ്ങുകയാണ്. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടക്കറിയാണ്. ഉരുളക്കിഴങ്ങും പപ്പടവും, വറുത്ത പപ്പടവും കൊണ്ട് ഒരു ചെറിയ കറി വെക്കുകയാണ്. ഒരു ചെറിയ കറി നോക്കിക്കോളൂ കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ പെട്ടെന്ന് എന്താ റെഡിയാക്കി കൊടുക്കാൻ പറ്റുക അത്. ഞാൻ സാധാ ഒരാളാണ്, സാധാ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ ഒരു ഭക്ഷണം, ഫിഷ് കൊണ്ട് മാത്രം, മീറ്റ് ഒന്നുമില്ല കേട്ടോ. കാരണം കുറച്ച് ചെമ്മീൻ, കുറച്ച് ചാള, കുറച്ച് കരിമീൻ, ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സദ്യ. വെജിറ്റേറിയൻ അല്ല, നോൺ വെജാണ്. എന്നാലും ഒരാഗ്രഹമുണ്ട്, ഒരു പായസമൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇത് ഉള്ളി വാടി കഴിഞ്ഞു. ഇനി മല്ലിപ്പൊടി അവിടെ, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ഗരം മസാല പൗഡർ,
ഇടുകയാണ്. കുറച്ച് മതി, കാരണം ഒരു പപ്പടക്കറി, പപ്പട ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ചെറിയ കറി. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉരുളക്കിഴങ്ങ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, കാരണം നമ്മൾ സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അങ്ങനെ നമ്മുടെ പപ്പടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പപ്പടക്കറിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കണ്ടോ, ഈ ഇനി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കുകയാണ്, ഒന്ന് തിളയ്ക്കണം. ഫേവറേറ്റ് കറിയാണിത്. അപ്പോൾ നമ്മൾ രേവതിയുടെ ചിഞ്ചു എന്നാണ് വിളിക്കണ രേവതിനെ. അപ്പോൾ ചിഞ്ചുവിൻ്റെ ഫേവറേറ്റ് കറിയാണിത്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമൊക്കെ ഉണ്ടാക്കിയാൽ അവളും മിണ്ടാതിരുന്നോളും. എന്താണ് നമ്മളെ അപ്പൂവിന് ഇഷ്ടമാണ് ചാള. അപ്പോൾ നമ്മളെ പപ്പടക്കറി റെഡിയായി. പപ്പടത്തിൻ്റെ പണി അവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പു ഉപ്പ് നോക്കുന്ന ആളാണ്. അപ്പൂനെ കൊണ്ട് ഞാൻ ഉപ്പ് നോക്കിക്കുകയാണ്. അപ്പോൾ പപ്പടക്കറി ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. തോരൻ വെക്കാനുള്ള പരിപാടിയാണ്. തേങ്ങ, പച്ചമുളക്, ഈ ലേശം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കുറച്ച് ലേശം ഇഞ്ചി കുറച്ചിട്ടാൽ മതി. ഞാൻ കുറച്ച് എല്ലാം ക്വാണ്ടിറ്റി കുറവാണ് ചെയ്യണേ, കാരണം നമ്മൾ ഇവിടെ ഒരുപാട് കഴിഞ്ഞു. ഞാൻ അത് ഇതിലേക്ക് ഇടുക. ഈ ചെമ്മീൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ കണ്ടോ, പ്രോൺസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിത് ഇടുകയാണ്. ഇനി ഇതൊന്ന് നമ്മൾ കടുക് പൊട്ടിച്ച് വറ്റൽ മുളകൊക്കെ ഇട്ട്, വറ്റൽ മുളക് ഇടണമെന്നില്ല, കടുക് പൊട്ടിച്ച് ഒന്ന് താളിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചട്ടി കഴുകിക്കൊണ്ട് വന്നു ചിഞ്ചു. നമ്മളിത് അങ്ങോട്ട് റെഡിയാക്കി ഇറക്കാൻ പോവാണ്. ഇതായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിടുകയാണ്. വലിയ ചെമ്മീനാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു ഇതിലേക്ക്. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് കടുകിടുക. കറിവേപ്പില നമ്മൾ ഇതിൽ തന്നെ ഇട്ടു. കുക്കർ വെച്ചു. ആ ചോറ് വെക്കാനുള്ള ഇപ്പം ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അത് കടുക് പൊട്ടി കഴിഞ്ഞു. ഇതിലേക്ക് ആ ചെമ്മീൻ അരി റെഡിയായി. അരി ഇടുകയാണ്. അരിയായി. അപ്പം ഞാൻ ഇത് അടയ്ക്കുകയാണ്. അടുത്ത് നെക്സ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് ഇടുക. ഇത് ക്യാരറ്റ് വെറുതെ ചുമ്മാ ഒന്ന് വാട്ടിക്കെടുക്കും. ഞാൻ കുക്കർ ഓഫ് ചെയ്തു. ഇത് ചോറ് കഴിക്കാൻ വേണ്ടി തന്നെ, നമുക്ക് ലഞ്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് വിഴുക്ക് വരട്ടി, അത് വെറുതെ ഒന്ന് കടുക് പൊട്ടിക്കുക, രണ്ട് കടുക് പൊട്ടിക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുഞ്ഞു ചുരണ്ടിയിട്ട് ആ ക്യാരറ്റ് ഇട്ട് പച്ചമുളക് ഇട്ട് ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റ് റെഡി. മൂന്ന് കറി നമ്മൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി. ഓക്കെ,
ഇനി എന്താണ്, ഇനി നമുക്ക് ചാള കറി വെക്കാൻ പോവാണ്. ചാള കൊണ്ട് കരിമീനിടും. ആദ്യം ഞാൻ ചാള ഇടിച്ച മുളക് കൊണ്ട് ചാള കറി വെച്ച് കാണിച്ചു തരാം. അതിലെ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഉള്ളി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര സാധനം ഇട്ടു. ഇനി നമ്മൾ പച്ചമുളക് ഇടണം, അത് പിന്നെ ഇട്ടാൽ മതി. ആദ്യം മതി, ഇതിലേക്ക് നമ്മൾ അത് ഇടുക. അത് വാടി ഇനി ഇടിച്ച മുളക് കുറച്ചിടുകയാണ്. ലേശം കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ കുറച്ച് അത് വാടി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാളയ്ക്കുള്ള ഗ്രേവി തിളച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചാള പറക്കിയിടാൻ പോവാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ കഴിഞ്ഞു കേട്ടോ, കേബേജിൻ്റെ കഴിഞ്ഞു. ചാള എന്തായി നോക്കാം. അടുത്ത ചട്ടിയിൽ ബീൻസ് മെഴുക്കുവരട്ടാൻ പോവാം. ബീൻസ് ഉണ്ട്, അതൊന്ന് എണ്ണയിൽ വാട്ടണോ അല്ലെ വേവിച്ചിട്ട് വാട്ടണോ? എണ്ണയിൽ വാട്ടണം. ചാള ഞാൻ പ്ലേറ്റിലേക്ക് ആക്കാൻ പോവാണ്. ചതച്ച മുളക് കൊണ്ട് ചെയ്ത മത്തിക്കറിയാണ്, നാടൻ മത്തിക്കറി. അതായത് നമ്മൾ മുളക് ചതച്ചെടുത്ത്
ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അത് മാറ്റി വെക്കാം. കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ബീൻസ് മെഴുക്ക് വരട്ടുക. ചെറിയൊരു ബീൻസ് മെഴുക്ക് വരട്ടി. ഇതിനകത്ത് നമ്മൾ ലേശം മുളക് ചതച്ചത് ലേശം ചേർക്കണുള്ളൂ, കാരണം എരിവൊന്നും അധികം ഇടയില്ല. ഇനി നമ്മൾ അടുത്ത ചട്ടി വെക്കുകയാണ്. അതിലേക്ക് തക്കാളി ഇട്ടു. തക്കാളി ഇട്ടു. ഇത്രയും തക്കാളി വേണ്ട, കുറച്ച് തക്കാളി മാറ്റുകയാണ്. ചതച്ച മുളക് ഇച്ചിരി ഇട്ടിട്ട് തേങ്ങാക്കൊത്തും ബീൻസും കൂടി ഇട്ട് ചെറിയൊരു ഉപ്പേരി. ഒരു നാടൻ തക്കാളിക്കറി, ചുമ്മാ ഒരു മഞ്ഞക്കറി. ചുവപ്പ് കറികൾ നമ്മൾ ഉണ്ടാക്കിയല്ലോ, ഇനി ഒരു മഞ്ഞക്കറി വേണ്ട, എരിവൊക്കെ വേണ്ട, എരിവൊന്നും വേണ്ടാത്ത ഒരു ചെറിയ കറി. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിടുക. ഉപ്പിട്ടു, പച്ചമുളക് ഇട്ടു. ഇനി അതൊന്ന് വേവിക്കട്ടെ. മുളക് ഇടിച്ച് പറ്റിച്ച മത്തിക്കറി, പിന്നെ കാബേജ് തോരൻ, ബീൻസ് ഉപ്പേരി, ക്യാരറ്റ് മെഴുക്ക് വരട്ടി, പപ്പടക്കറി, ഇത്രയും കറികൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. 4, 5, 6ാമത്തെ കറി ഇപ്പോൾ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോറ് ഒന്ന് കുക്കർ ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്, കാരണം ചോറ് വെന്തിട്ടില്ല, ഭയങ്കര വേവള്ളരിയാണ്. ഇതിലേക്ക് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളെ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. തേങ്ങ അരച്ചിടുന്ന താമസമുള്ളൂ. പാട്ടൊക്കെ പാടാൻ പാടില്ലേ? പാട്ട് പാടാൻ ഇത് ഇത്ര കറി ഉണ്ടാക്കും, പാട്ട് പാടാനാ നല്ല കഥയായി. തേങ്ങ ഇട്ടു കേട്ടോ, അതെ മിക്സിയിലേക്ക് തേങ്ങ ഇട്ടു. ഇനി ഒരു 2 ജീരകം അതിലേക്ക് ഇട്ടു, 2 അല്ലി വെളുത്തുള്ളി ഇട്ടു. തക്കാളി കറിയോ? ആ, ലേശം മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് എടുത്തോളൂ കേട്ടോ, കടുക് പൊട്ടിക്കാനൊക്കെ. അപ്പം അതിനകത്ത് കടുക് പൊട്ടിക്കാമോ? അങ്ങനെ കടുക് പൊട്ടിച്ചങ്ങ് ഒഴിക്കാം. അറിയാമോ കടുക് പൊട്ടിക്കാൻ? കടുക് പൊട്ടിക്കാൻ അറിയാമോ ഈശ്വര്? കടുക് ഇട്ടാ പോലെ അത് വന്നിട്ട് മതി എന്നാ. അപ്പം അത് സത്യം പറഞ്ഞ ഈ നാടൻ പാചകം ഒന്നും എനിക്കറിയില്ല. നാട്ടിൽ എന്താ ഉണ്ടാക്കണെന്നുള്ള ഡൗട്ടിലാണ് ഞാനിപ്പോൾ. പാവം അപ്പു മാത്രം ഒന്നും അറിയാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. വീട്ടിലെനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് പാത്രം പാത്രം കഴുകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര മടിയാ. അതുകൊണ്ട് എന്താ ഞാൻ പാത്രം കഴുകി മടുക്കട്ടെ. തക്കാളി തേങ്ങ അരച്ചത് തക്കാളിയിലേക്ക് ഇടുകയാണ്. തേങ്ങ അരച്ചില്ലേ ഞാൻ, അത് ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കണേ. തക്കാളി കറി ഇത് ഏകദേശമായി. ഇതിലൊരു പാത്രം അപ്പോൾ അത് ഞാൻ അടുത്ത ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് കുറച്ച് കടുക് വെറുതെ വന്നേക്കും എന്നെ കൊണ്ട് പാത്രം കഴുകാനായിട്ട്. മറ്റു ചട്ടിൻ്റെ അപ്പോൾ കഴിയത്തി ഇങ്ങനെ തന്നെയാണ്. പാത്രം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചേച്ചി ചെയ്തോ എന്ന് പറയും. അതുപോലെ തന്നെ ഇതുപോലെ ചേച്ചി ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ 5 ചേച്ചിയൊക്കെ പാട്ട് പാടി തകർക്കുവാണമ്മ. പാട്ടുപാടിക്കൊണ്ട് എനിക്കൊരു സമയമില്ല. എൻ്റെ അടുത്തേക്കുന്ന ശാലിയ ഭയങ്കര സീരിയസാണ്. ശാലിനി ഭയങ്കര സീരിയസാണ്. അതുകൊണ്ട് ഞാനും സീരിയസാണ്. ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കാം. ഇതിലേക്കൊക്കെ പാട്ട് പാടാം, കാരണം അവിടെ ഹസ്ബൻഡ് വലിയ മോനൊക്കെ ഉണ്ട് കുക്ക് ചെയ്യാൻ. പിന്നെ ഹസ്ബൻഡ് ഒരു വിധം കുക്ക് ചെയ്യാനൊക്കെ അറിയുന്നതാണ്. ഞാൻ പക്ഷേ
ആരുമില്ല, പാവം. കറിവേപ്പിലിട്ടു. രണ്ട് വറ്റൽ മുളക് ഇട്ടു. അപ്പം അത് ഞാൻ മൂത്തു കണ്ടല്ലോ, മൂത്തു. ഇനി അത് ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മളെ തക്കാളി കറി റെഡി. സൂക്ഷിച്ചു കൊണ്ടേ വെക്കാം അവിടെ. ഇനി നെക്സ്റ്റ് ഞാനൊരു കട്ട്ലേറ്റ് എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? അതിപ്പോൾ ഉണ്ടാക്കാൻ പോകണം. അതുകൊണ്ട് എനിക്ക് കഴിക്കാം. ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനൊരു കുറച്ച് കരിമീൻ കറി വെക്കാൻ പോവാം. കുറച്ച് ഉള്ളി ചതച്ചത്, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി 2 കഷ്ണം ചതച്ചെടുക്കാൻ പോവാം. ഉള്ളി ചതച്ചു. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പം അതിലേക്ക് ഞാൻ എണ്ണ ചൂടായി, ഉള്ളി ചതച്ചത്, ഉള്ളി 2 വെളുത്തുള്ളി, ലേശ ഇഞ്ചി, ഇത്രയും ഞാൻ അതിലേക്ക് ഒഴിച്ചു. കഴുകിക്കൊണ്ട് വന്നേക്ക്. അത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എല്ലാം കുറച്ച് മതി. ലേശം കുരുമുളക് പൊടി. കരിമീൻ പൊരിച്ചതില്ല, കരിമീൻ കറി വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശരിയായി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്നിങ്ങനെ വാട്ടിയെടുക്കണം. അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണേ. കുറച്ച് വെള്ളം വെക്കുള്ളൂ. 2-3 കരിമീനുണ്ട്. ഒരു കുറച്ച് കുടംപുളി. മീനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കരിമീൻ. കരിമീന് അതിലേക്ക് ഇടുകയാണ്. കണ്ടോ, ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. ചെമ്മീൻ കൊണ്ട് കട്ട്ലെറ്റ്. അതും നമ്മൾ ചാള ഫ്രൈയുമാണ് ലാസ്റ്റ്. ചെമ്മീൻ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചു. കണ്ടല്ലോ, ചെമ്മീൻ മാറ്റി വെച്ചു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കണ്ടല്ലോ, വെളുത്തുള്ളി, ഇഞ്ചി, 4 ഉള്ളി, 1 കഷ്ണം പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയിലേക്ക് അടപ്പെടുത്ത്. അതെ, ആ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, ഉപ്പിട്ടു. ഈ കരിമീൻ നോക്കണം, ഇവിടെ കരിമീൻ ഇരിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിക്കണം അതിൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഇനി കരിമീനിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ഞാൻ. അപ്പോൾ കരിമീൻ ഇത്രയും പകുതിയായി. ഇനി കരിമീനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി അതൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ അതവിടെ വറ്റിക്കോട്ടെ. നമ്മളതവിടെ അടച്ചു വെച്ചു. ഇനി നമ്മൾ ഞാൻ പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില കുറേ വേണം. കറിവേപ്പില അധികം വേണം. ഇത് നമ്മൾ മിക്സിയിൽ ചതയ്ക്കാൻ പോവാ. ഉപ്പിട്ടായിരുന്നല്ലേ, ഉപ്പിട്ടു. ഈ പച്ച ചെമ്മീൻ ആ ചതച്ചതിലേക്ക്
അപ്പോൾ അതേ അരച്ചതാണ്. അത് ഞാനൊന്ന് മസാല ഇങ്ങനെ പുരട്ടി ചെമ്മീൻ അരച്ചതും ഈ എന്താ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മസാലപ്പൊടി, മുളക് പൊടി, ഉള്ളി. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ വട ഉണ്ടാക്കാൻ പോവാ ഇനി. പക്ഷെ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അമ്മയുടെ അമ്മയാണ്, എൻ്റെ അമ്മാമ്മ. അത് ശരിയാണ്. എല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ അതെ ഉരുട്ടി വെക്കുകയാണ്. ഇത് നമ്മൾ തേങ്ങ ചേർക്കാത്തതാണ്. ഈ തേങ്ങ ചേർത്ത് ഇത് ഉണ്ടാക്കാം. തേങ്ങ ചേർത്തത് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടുകൊണ്ടും കുറച്ച് മാറ്റി വെക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മളത് കരിമീൻ കറി റെഡിയായി. കരിമീൻ കറി ഞാൻ ഇതിലേക്ക് പകർത്തുകയാണ്. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതേ ചെമ്മീൻ വടയാണ്. ഇത് ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് പായസം ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. മീനും കൂടെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൗവരി പായസം ഉണ്ടാക്കണ ചൗവരി സേമിയ കൂടെ ഇട്ടിട്ടാണ്. വെള്ളം വെച്ചു, തീ കത്തിച്ചു, ചൗവരി ഇടുകയാണ്. വെള്ളവും ചൗവരിയും കൂടെ ഒന്നിച്ച് വെച്ചു. ടേസ്റ്റ് ഉണ്ട്. ചെറുതൊന്ന് മത്തി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ പൊരിക്കാൻ വേണ്ടി ഇട്ടു. അത് മുരിഞ്ഞു വരികയാണ്. ബാക്കിയെല്ലാം ജോലിയും കഴിഞ്ഞ് കുറച്ച് പായസം ഉണ്ടാക്കാം. പായസത്തിന് വേണ്ടി നമ്മൾ ചൗരി വേവിക്കാൻ വെച്ചിരിക്കാം. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് സേമിയം വറുത്തെടുക്കാനുണ്ട്. നെയ്യെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ആ സേമിയ കുറച്ച് വറുത്തെടുക്കാം. പായസം ഉണ്ടാക്കാൻ പോവാണേ. ആദ്യം നമ്മൾ പാത്രം വെച്ചു. ഇനി പാലൊഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ സേമിയ ഇടുകയാണ്.
ചൗരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചൗരി ഇതിലേക്ക് ഒഴിക്കുകയാണേ. പായസം കൂടി കഴിഞ്ഞു. ബെർമിസിലിയും ചൗരിയും കൂടെ ഇട്ടിട്ട് ഇല്ല, വറുത്തിടാൻ വേണ്ടി തേങ്ങ കൊത്തും കുറച്ച് കഷ്ണുണ്ടെങ്കിൽ മുകളിൽ തേങ്ങ ഇടില്ല. കരിമീനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പൊളിച്ചത് മറ്റേ മുളക് ചതച്ചിട്ട് മത്തിക്കറി ഉണ്ടാക്കില്ലേ, അത് ബീൻസ്, ക്യാബേജ്, ഇന്നത് ചെമ്മീൻ തോരൻ, പപ്പടക്കറി, പപ്പടക്കറി, പിന്നെ തക്കാളിക്കറി. മിൽക്ക് മേഡ് ഒഴിക്കുകയാണ്. ഷുഗർ ഇടാൻ പോവാണേ. ഷുഗർ പൊട്ടിച്ചോ. ഷുഗർ ഇടാണേ. സേമിയ ചൗരി കൂടി ഉണ്ടാക്കിയ പായസമാണ്. തേങ്ങ നമ്മളൊന്നും ചേർക്കണില്ല, പാലും മാത്രമേ ചേർക്കുള്ളൂ. മറ്റേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്, സാധാരണ മിൽമയുടെ പാലും, അത്രേ ഉള്ളൂ. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. ഈ ചൗരിയും സേമിയയും ആദ്യം സെപ്പറേറ്റ് വേവിച്ചു. നെയ്യിൽ വറുത്തിട്ട് സേമിയ ഇട്ടു, ചൗരി കുക്കറിൽ വേവിച്ചു, നന്നായി വേവിച്ചതിന് ശേഷം പാലും മിൽക്ക് മെയ്ഡും ഇട്ട് വരട്ടി അതിങ്ങനെ പായസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇതിൻ്റെ മണമൊക്കെ വരിക. കുറച്ച് ഇലക്കൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായി വരട്ടിയെടുക്കണം. നന്നായി വരണ്ടാൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യ് ചൂടായി വരിക. ഇനി അതിലേക്ക് ചൂടായ നെയ്യിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിടാം. ഇന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലേ? സത്യം വിഷമമുണ്ടോ നിങ്ങൾക്ക് എൻ്റെ വാചകോടി കേൾക്കാത്തതുകൊണ്ട്? ഞാനെന്നൊന്നും പറയാഞ്ഞതേ. എനിക്ക് എപ്പോഴും ഞാൻ ഫസ്റ്റ് തീരുന്നതല്ലേ, അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നേ. കഴിയുമോ ഇത്രയും കറികളും ഉണ്ടാക്കേണ്ട പെട്ടെന്ന് എല്ലാം കഴിയുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ 2 കുഞ്ഞുകുട്ടികളല്ലേ എനിക്ക് സഹായിക്കേണ്ടായിരുന്നേ. അപ്പോൾ പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ചൊരു മനസ്സമാനമുണ്ട്, സങ്കടവുമുണ്ട്. വലിയ ആൾക്കാരും കൂടെ ഇല്ലാഞ്ഞുകൊണ്ട്. എന്നാലും എനിക്ക് ആ സങ്കടമൊക്കെ മാറി. കാരണം ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എല്ലാ പാത്രവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോഴും ചതയ്ക്കാനും ഒക്കെ രണ്ടുപേരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇനി ഇതോടെ ഞാൻ ഫിനിഷിങ് പോയിന്റിലെത്താണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് നട്ട്സും അത് നല്ലോണം മൊരിയട്ടെ, സൈഡിലോട്ടാക്കത് അങ്ങനെ വെച്ചിട്ട് മൊരിക്കും. നട്ട്സും കുറച്ച് തേങ്ങ കൊത്തും, ഈ കിസ്മസ്, നട്ട്സ്, ഇത് രണ്ടും അത് മൂന്നും കൂടെ നമുക്ക് അതിൽ വറുത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പായസം റെഡി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഫിനിഷിംഗ് പോയിലെത്തിയപ്പോൾ ഞങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ 3 പേരും എന്ത് ചെയ്യാൻ പോവാ?
ഇല്ല, ഞങ്ങൾ മൂന്നിന് റെസ്റ്റ് എടുക്കാൻ പോവാ. എന്റർടൈൻമെന്റ് ഡാൻസ് കളിക്കാൻ മുട്ടി നിൽക്കുക. അതുകൊണ്ട് അവിടെ ഫ്രീ ആയെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഡാൻസ് കളിക്കാൻ പോകും. അതല്ലെങ്കിൽ ഞങ്ങൾ കുറേ നേരം പോയി റെസ്റ്റ് എടുക്കാൻ പോകും. കുറേ തളർന്നു പോയി, ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. രണ്ട് കൊച്ചു കുട്ടികളെ വെച്ച് ഇവിടെ ഡിഷ് തകർത്തു അല്ലേ? എത്ര ഐറ്റംസ്? മീൻ പലതരം, ധാരാളമായിട്ട്. തക്കാളി കറി, അത് ഒഴിച്ചെറിയാണ് അല്ലേ? പിന്നെ തോരൻ, ഇതൊക്കെ എന്താ പറയാ? നമ്മൾ വെറുതെ ഇങ്ങനെ ക്യാരറ്റ് വെറുതെ അല്ല, അത് പപ്പടക്കറി. ഇത് ചെമ്മീൻ തോരൻ. അത് മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കരിമീൻ. ഇത് ചതച്ച മുളക് ഇട്ട് വെച്ച മത്തിക്കറി. ഇത് ചെമ്മീൻ വട, ചാള വറുത്തത്, ചോറ്, പായസം. എനിക്ക് വയ്യ. മോൻ എന്തൊക്കെ സഹായിച്ചു? എല്ലാത്തിനും സഹായിച്ചു. പായസം ഉണ്ട് അല്ലേ? തളർന്നോ അല്ലേ? കുഴപ്പമില്ല, എന്നാലും ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ടത് കൊണ്ട് നമ്മൾ അതിന്റെ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. മെന്റൽ സ്ട്രെയിനാ. നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. മെന്റൽ ടൈം ഫാക്ടർ നോക്കിയിട്ടല്ലേ? പായസം, ചോറ്, തോരൻ, ഉപ്പേരി, മെഴുക്ക് വരട്ടി, ചെമ്മീൻ തോരൻ, തക്കാളിക്കറി, പപ്പടക്കറി, മത്തി നമ്മൾ ചതച്ച മുളകിട്ട് മത്തി വറ്റിച്ചത്, തേങ്ങാപ്പാലൊഴിച്ച കരിമീൻ കറി, ചാള വറുത്തത്, ചെമ്മീൻ വട. ഇത്രയും സാധനമാണ് ഈ 2 മണിക്കൂറിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സാധനമാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി കൃഷ്ണനെ ഇത് കണ്ടിട്ട് പറയും. അതുവരെ ഒരു സമാധാനവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഫസ്റ്റ് തന്നെ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇത് ശരിയായോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡൗട്ട് കിടക്കാണ്. എല്ലാ ദിവസത്തെയും പോലെ എനിക്കിന്ന് ഒരു പ്രസരിപ്പൊന്നുമില്ല. എല്ലാ ദിവസവും ഞാൻ ചിരിച്ച് കളിച്ചൊക്കെ ഓരോന്നൊക്കെ തമാശയൊക്കെ പറയായിരുന്നു. പക്ഷേ ഇന്ന് വാ തുറക്കാൻ പോലും സമയം കിട്ടിയില്ല. എന്നാലും ഇത്രയും ചെയ്യാൻ പറ്റിയില്ലേ? പാട്ട് പാടി നിങ്ങളെ പാട്ടിൻ്റെ ആ ഒരു എന്താ പറയുക ഭംഗി കളയാൻ ഞാൻ ഇന്ന് നിന്നില്ല, ബോറടിപ്പിച്ചില്ല ആരെയും. കുക്കിങ്ങിലും മാത്രം ഒഴുകി നിന്നു. അപ്പോൾ എൻ്റെ 2 കുട്ടികളും, അതായത് ഇതിൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മൂത്ത മോളാണ്. ഇനി എനിക്കൊരു കുട്ടിയുണ്ട് വീട്ടിൽ. അവൾ പക്ഷേ ഇതൊക്കെ കാണും, ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവൾ കണ്ട് കൊതിയൂറും. അപ്പോൾ